മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് തീരദേശത്തും മലയോര മേഖലയിലും ജാഗ്രത തുടരുന്നുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ ജിനാഥും ഫെലിക്സും ചേർന്നുണ്ട്. ആദ്യം രാഹുലിലേക്ക് പോകാം. രാഹുൽ, 4 ദിവസം കൂടി ഇനി മഴ കനക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. എങ്ങനെയാണ് മുന്നറിയിപ്പുകളൊക്കെ? തുടർച്ചയായി ഇനി അങ്ങോട്ടുള്ള 7 ദിവസങ്ങളിൽ മഴയുണ്ടാകും. അതിൽ 4 ദിവസം ശക്തമായ മഴ പെയ്യും. കാലവർഷം ശക്തിപ്പെടുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം കാലാവസ്ഥാ മുന്നറിയിപ്പ് ഭാഗം ഈ തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയത്. കാലാവസ്ഥാ നിരീക്ഷണ ഭാഗം മുന്നറിയിപ്പ് നൽകിയത്. എന്തായാലും ഈ പറയുന്നത് പോലെ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ഇന്നലെ രാത്രിയാണ് വലിയ തോതിൽ മഴ പെയ്തത്. ഇന്ന് രാവിലെ തെളിഞ്ഞ അന്തരീക്ഷമാണുള്ളത്. ഇത്തരത്തിൽ ഇടവിട്ട് ശക്തിയായി മഴ പെയ്യുന്ന ഒരു കാഴ്ചയാണ് തിരുവനന്തപുരം ജില്ലയിൽ ഈ കാലവർഷവുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് വന്നതിന് ശേഷം കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇത്തരത്തിൽ ഏറ്റവും പ്രധാനമായ ജാഗ്രതാ നിർദ്ദേശമുള്ളത് അത് തീരദേശ മേഖലയിലാണ്. കാരണം ഇന്നു മുതൽ നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞാൽ ഇന്നു മുതൽ കാറ്റിൻ്റെ വേഗത കൂടുമെന്നുള്ളത് തന്നെയാണ്. ശക്തമായ കാറ്റുണ്ടാകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ഈ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മുന്നറിയിപ്പുകളിലേക്ക് വന്നാൽ ഈ പറയുന്ന തെക്കൻ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുകളില്ല, ഗ്രീൻ അലർട്ട് തന്നെയാണ്. യെല്ലോ അലർട്ട് തുടങ്ങുന്നത് ഈ കോട്ടയം മുതൽ വയനാട് വരെയാണ്. അപ്പോൾ അത്തരത്തിൽ എന്തായാലും മഴ മുന്നറിയിപ്പുകളില്ലെങ്കിലും ശക്തിപ്പെടും, ഇടവിട്ട് ശക്തിയായ മഴ പെയ്യുമെന്നാണ് പറയുന്നത്. ഈ നഗരപ്രദേശങ്ങളിലേക്ക് വെള്ളക്കെട്ട് പോലുള്ള മറ്റ് പ്രശ്നങ്ങളിലേക്കൊന്നും തിരുവനന്തപുരത്ത് കടന്നിട്ടില്ല. ഇനി ഏറ്റവും പരീക്ഷണമായി വരുന്നത് കാറ്റ് തന്നെയാണ്. ഈ കാറ്റത്ത് നമുക്കറിയാം മരങ്ങൾ കടപുഴകി വീഴുന്നത്, ചില്ലകൾ ഒടിഞ്ഞു വീഴുന്നതൊക്കെ വലിയ പ്രശ്നമാകുന്നുണ്ട്. മുന്നൊരുക്കങ്ങൾ എടുത്തിട്ടുണ്ട്, കാലവർഷ മുന്നൊരുക്കങ്ങൾ എടുത്തിട്ടുണ്ട്. കാരണം ആഴ്ചകൾക്ക് മുൻപാണ് ഈ വലിയ വ്യാപകമായി മരങ്ങൾ വീണ് വലിയ പ്രശ്നങ്ങളും നാശനഷ്ടവും KCBക്ക് വലിയ സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ മുന്നൊരുക്കങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ മലയോര മേഖലയിൽ മഴയുണ്ട്, അവിടെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അപ്പം ഏറ്റവും പ്രധാനമായി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് തീരദേശ മേഖലയിലാണ്. മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ മുന്നറിയിപ്പുകളുണ്ട്. തെക്കൻ ജില്ലകളെ സംബന്ധിച്ച് ഇന്ന് മഴ മുന്നറിയിപ്പ്, ഇന്ന് ഈ പറയുന്ന പ്രത്യേകിച്ചുള്ള അലർട്ടുകളില്ല എന്നുള്ളത് തന്നെയാണ്. സമാനമായ അന്തരീക്ഷം തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിൽ കാണുന്നത്. തെളിഞ്ഞ അന്തരീക്ഷമാണ്. കഴിഞ്ഞ രാത്രിയിലാണ് ശക്തിയായി മഴ പെയ്തത്. ഇടവേളകൾ, അതായത് വലിയ ഇടവേളകൾക്കിടയിൽ ശക്തിയായി മഴ പെയ്യുന്നു എന്നുള്ളതാണ് തെക്കൻ ജില്ലകളിലെ കാഴ്ച. ശരി രാഹുൽ, എന്തായാലും തെക്കൻ ജില്ലകളിലെ തിരുവനന്തപുരത്തൊക്കെ